ഹലോ, നിഷാദാണ്. അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 1 കണ്ടിന്യൂ ചെയ്യാണ്. ഇനി ഡയറക്റ്റായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇല്ലസ്ട്രേഷൻ 10 ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നോക്കാം. ഇല്ലസ്ട്രേഷൻ 10, ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് കൊടൈക്കനാൽ സ്പോർട്സ് ക്ലബ്ബ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2017 ഈസ് ഗിവൺ ബിലോ. എന്നിട്ട് റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡൗണ്, സബ്സ്ക്രിപ്ഷൻ വ്യത്യസ്ത ഡേറ്റുകളിലായിട്ട് ഇയറിലായിട്ടുള്ളത് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീന്, മിസ്ലേനിയസ് ഇൻകം, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, ഡിവിഡൻറ്റ്. അതുപോലെ പേയ്മെൻറ്റ് സൈഡിൽ സാലറീസ്, സ്റ്റേഷനറി, ടാക്സസ്, ടെലഫോണ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വർടൈസിങ്, പോസ്റ്റേജ്, സൺട്രീസ്, ബാലൻസ് ക്യാരി ഡൗൺ. ഇതിൽ യുണീക്കായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ വ്യത്യസ്ത ഇയറിലായിട്ട് സെപ്പറേറ്റ് ബ്രേക്കപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്ട്രാ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഡീറ്റെയിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് 2017 അപ്പോൾ ഈ 2017 റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് 12,660 രൂപ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. ഇനി അഥവാ ക്വസ്റ്റ്യൻ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ല ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റിലെ ഡീറ്റെയിൽ എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്രയാണ് ഒരു വർഷത്തേക്ക് ലഭിക്കേണ്ടത് എന്നും പറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഇയർലി ബ്രേക്കപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക, ആ എമൗണ്ട് നോക്കിയിട്ട് എത്ര കിട്ടേണ്ടതുണ്ട്, എത്ര കിട്ടി നോക്കുക. അപ്പോൾ ബാലൻസ് എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അല്ലെങ്കിൽ അഡ്വാൻസ് ഉള്ളത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കാര്യം ക്ലിയർ ആണ്. എന്തേ ഉള്ളൂ, നമ്മൾ 2017 എമൗണ്ട് മാത്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എടുത്താൽ മതി. അപ്പുറത്തെ വർഷത്തേക്കുള്ള ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ആണ്, ഇപ്പുറത്തേക്കുള്ളത് പിന്നെ അഡ്വാൻസ് ആണ് എന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഇങ്ങനെ കറക്റ്റ് ബ്രേക്കപ്പ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ഇയറിൻ്റെ എമൗണ്ട് മാത്രം എങ്ങോട്ട് എടുത്താൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എടുത്താൽ മതി. പിന്നീട് അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും, ആ കാര്യങ്ങളും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക, എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. പിന്നീട് ബാക്കി കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ നടത്താവുന്നതാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇനിയുള്ളത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. You are required to prepare an income and expenditure account and a balance sheet after making the following adjustments. First, there are 450 members each paying an annual subscription of rupees 30. രണ്ടാമത്തത്, stock of stationery on 31st December 2016 was rupees 300 and 31st December 2017 was rupees 540. Cost of building is rupees 60,000. Depreciate it at the rate of 2%. നോക്കാം. ആ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ, 450 മെമ്പേഴ്സ് ഉണ്ട്. അവർ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓരോരുത്തരും 30 രൂപ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആനുവലി കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ എത്രയെന്ന് മനസ്സിലാക്കാം, 450 × 30. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് എത്ര രൂപ 2017 റിലേറ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കാം. എന്നിട്ട് ഇതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് 2017 കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പിന്നെ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിനെ പറ്റിയാണ്. 60,000 ഉണ്ട്. അത് ബിഗിനിങ്ങിലുള്ള ഡാറ്റയാണ്. പിന്നെ നമ്മളത് ഡിപ്രീസിയേറ്റ് ചെയ്യാനും പറയുന്നുണ്ട് 2%. ഇത് വെച്ചിട്ട് നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഡാറ്റ നമുക്ക് പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. സാലറീസ് ആണ്. സാലറീസ് 12,450 രൂപ ഉണ്ട്. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് ചെയ്തു. ഇനിയുള്ളത് സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി 2,400 ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേഷനറിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്.
സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 300 രൂപ. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് 5400 ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റേഷനറി കൺസംഷനാണ് കാണിക്കുക. പർച്ചേസ് ചെയ്തതെല്ലാം കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റൂല. അതുകൊണ്ട് തന്നെ കൺസംഷൻ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. കൺസംഷൻ്റെ കാര്യം വരുമ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക പർച്ചേസിലേക്ക്, എന്നിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക എന്നുള്ള നമ്മളെപ്പോഴും ചെയ്യുന്ന ആ രീതിയിൽ നമ്മളത് ഫോളോ ചെയ്യുക. ഓക്കെ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ടാക്സസ് ആണ്. ടാക്സ് നമുക്ക് എക്സ്പെൻഡിച്ചറാണ്. അത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുക എക്സ്പെൻഡിച്ചർ സൈഡിൽ ടാക്സസ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് വരുന്നത് ടെലഫോണാണ്, എക്സ്പെൻഡിച്ചറാണ്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യുക എക്സ്പെൻഡിച്ചർ സൈഡിൽ. ഇനിയുള്ളത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, അസറ്റാണ്, അവിടെ പരിഗണിക്കാം ബാലൻസ് ഷീറ്റിൽ. ഇനിയുള്ളത് അഡ്വർടൈസ്മെൻ്റ് ആണ്, എക്സ്പെൻഡിച്ചറാണ്, 1050 രൂപ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം ആയിട്ട് വരുന്നത് പോസ്റ്റേജ് ആണ്. പോസ്റ്റേജും നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. അതും നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഡെബിറ്റ് സൈഡിൽ അഥവാ എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സൺട്രീസ് വരുന്നുണ്ട്, മിസ്ലേനിയസ് എന്ന് തന്നെ മനസ്സിലാക്കിയാൽ മതി. അത് 3500 അത്തരം എക്സ്പെൻസുകളും നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ. ഇനി നമുക്ക് വരുന്ന കാര്യം നമുക്ക് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. അത് 60,000 രൂപ ബിൽഡിങ്ങിൻ്റെ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ 2%. ആ ഡിപ്രീസിയേഷൻ 60,000 × 2% ചെയ്താൽ മതി. ഇതോടുകൂടെ ഇനി നമുക്ക് റെസിപ്റ്റ് സൈഡിൽ പോവാം. റെസിപ്റ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, അത് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 2017 റിലേറ്റ് ആയിട്ടുള്ള 12,660 രൂപ മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ പോവുക. അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞത് 450 മെമ്പേഴ്സിൽ നിന്ന് 30 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 450 മെമ്പേഴ്സിൽ നിന്ന് 30 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നല്ല, അതാണ് കിട്ടേണ്ടത്, ആനുവലി കിട്ടേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയത് 12,660 രൂപ കിട്ടിയെങ്കിലും നമുക്ക് കിട്ടേണ്ടത് 13,500 രൂപയാണ്. അപ്പോൾ ബാലൻസ് കിട്ടാനുള്ള എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആണ്. ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് എങ്ങനെ കിട്ടി, 450 × 30 13,500 അത്ര രൂപ നമുക്ക് കിട്ടേണ്ടതാണ്. പക്ഷേ നമുക്ക് കിട്ടിയത് എത്ര, 2017 റിലേറ്റ് ആയിട്ടുള്ള എമൗണ്ട് 12,660 രൂപയെ കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം 13,500 - 12,600 840 എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആണ്. അത് നമുക്ക് കിട്ടാനുള്ളതാണ്. ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ സബ്സ്ക്രിപ്ഷൻസിൻ്റെ ബാലൻസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ചു. ബാക്കി കാര്യം ഇനി റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലുള്ള ആ കാര്യം നമുക്ക് എന്ത് ചെയ്യുക, മുമ്പത്തെ വർഷം പിന്നെയുള്ള വർഷത്തിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കറസ്പോണ്ടിങ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പരിഗണിക്കാം. ഓക്കെ. അടുത്തതായിട്ട് പ്രോഫിറ്റ് ഫ്രം ക്യാൻറ്റീനാണ്. അത് നമുക്ക് ക്യാൻറ്റീൻ ഫങ്ഷൻസ് നടത്തിയതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ലാഭമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇൻകം സൈഡിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ഐറ്റം സെലക്ട് ചെയ്യുക, മിസ്ലേനിയസ് ഇൻകം ആണ്. അത് 450 രൂപ ഉണ്ട്. 450 രൂപ നമ്മൾ ഇൻകം സൈഡിൽ ക്രെഡിറ്റ് ചെയ്യുക. അതിനുശേഷം സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഓൾഡ് ന്യൂസ് പേപ്പർ, അതും നമ്മൾ 1,120 രൂപ ഉണ്ട്. അതും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നായിട്ട് ഡിവിഡൻഡ് കിട്ടിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. ഡിവിഡൻറ്റിൻ്റെ കാര്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ക്രെഡിറ്റ് സൈഡ് അതുപോലെ ഡെബിറ്റ് സൈഡൊക്കെ ടോട്ടൽ ചെയ്യുക. നമുക്ക് ക്രെഡിറ്റ് സൈഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 9,000 രൂപ, 13,500, 450, 1,120, അതുപോലെ ഡിവിഡൻഡ് അടക്കമുള്ള 4,850 രൂപ മൊത്തം കൂട്ടി നോക്കുക. അതുപോലെ ഡെബിറ്റ് സൈഡും എന്ത് ചെയ്യുക, എക്സ്പെൻഡിച്ചർ സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഈ രണ്ട് സ്ഥലവും ടോട്ടൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ എമൗണ്ട് ഉള്ളത്, അത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിലാണ്, അതായത് ഇൻകം സൈഡിലാണ്. ഇൻകം സൈഡിലെ ബാലൻസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, അത് നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇൻകം സൈഡിലെ ടോട്ടൽ എന്ന് പറയുന്നത്
ടോട്ടൽ 28,920 രൂപയാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിലോ അതിൽ കുറവാണ്. അതുകൊണ്ട് ടോട്ടൽ നമ്മൾ ഇവിടെയും 28,920 എഴുതി. അതിനുശേഷം ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് ആണ്, അത് 3,360 രൂപ. ഇത് നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിനുള്ള ഫുൾ ഡാറ്റ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് 1/1/2017 അല്ലെങ്കിൽ 31/12/2016. 31/12/2016 തന്നെയാണ് 1/1/2017. അങ്ങനെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്, നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട്. ഈ ക്യാപിറ്റൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതിനു വേണ്ടി നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പോവുക. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ബാലൻസ് ബ്രോഡൗൺ ഓപ്പണിംഗ് ബാലൻസ്, അതായത് ഈ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവരും. അങ്ങനെ 6,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ഇൻ ഹാൻഡ് കൊടുത്തു. അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ നമുക്ക് 2016 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനാണ്. നമുക്കത് 2017 കിട്ടിയതാണ്. 2016 റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. ആ സബ്സ്ക്രിപ്ഷൻ നമ്മൾ കിട്ടിയിട്ടുള്ളത് 2017. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ വർഷത്തെ, അതായത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷനാണ് നമുക്ക് ഈ വർഷം കിട്ടി. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ്, അതായത് ഈ വർഷം ഓപ്പണിങ്ങിലെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് റെക്കോർഡ് ചെയ്തു വെക്കണം. ഒന്നുകൂടെ പറയാം എന്താണ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, 2017 നമുക്ക് മൊത്തം സബ്സ്ക്രിപ്ഷൻ കിട്ടിയതിൽ 2016 ബന്ധപ്പെട്ട സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. 2016 അവസാനം നമുക്ക് കിട്ടാതെ പോയ സബ്സ്ക്രിപ്ഷൻ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു 2016. 2017 അത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷനാണ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പം അത് നമ്മുടെ അസറ്റ് സൈഡിൽ കിട്ടാനുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ അസറ്റ് സൈഡിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എമൗണ്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഉണ്ട്. അത് 2016 ക്ലോസിംഗ് സ്റ്റേഷനറി ആണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, 300 രൂപ 2 വർഷത്തെ ഉണ്ടെങ്കിലും 300 രൂപ എടുത്തു. പിന്നെ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഈ വർഷത്തേതാണ്. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ഏത് വർഷത്തിനുള്ളതാണ്, കഴിഞ്ഞതിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് 60,000 രൂപ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും ചാർജ് ചെയ്യുക. ഇങ്ങനെ ഇനി നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 66,540 ഉണ്ട്. ലയബിലിറ്റി സൈഡിൽ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് ക്യാപിറ്റൽ ഫണ്ട് കൊണ്ടുവരാം. ഇതോടുകൂടെ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരാം. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ എന്ത് കിട്ടി, ബാലൻസിങ് ഫിഗറായിട്ട് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ഡാറ്റ കിട്ടി. ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, ഇനി സർപ്ലസും കൂടെ ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഫണ്ടായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റാണ് ഉണ്ടാക്കാനുള്ളത്. അതിന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ള എമൗണ്ട് എടുക്കുക. അത് നമ്മുടെ ക്ലോസിംഗിൽ എന്താണ്, ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അത് എന്നാണ്, 31/12/2017. ഇതൊക്കെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, 31/12/2017 ആണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ എന്ത് ചെയ്തു, ക്യാഷ് ഇൻ ഹാൻഡ് കൊണ്ടുവന്നു. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാനുള്ള ബാക്കി ഡാറ്റകളിലേക്ക് പോവാവുന്നതാണ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോവാം. എന്നിട്ട് അതിൻ്റെ സ്റ്റേഷനറിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എടുക്കുക. അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എടുത്തതിന് ശേഷം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവന്നിട്ട് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 540 രൂപ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഈ സ്റ്റേഷനറി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതായിട്ടുള്ളത് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ 60,000 രൂപ ഉണ്ട്. നമ്മൾ ഓൾറെഡി അതിന് 2% ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിപ്രീസിയേഷൻ നമ്മൾ നേരത്തെ ചെയ്തത് നോക്കാം. ഈ ഡിപ്രീസിയേഷൻ 1,200 രൂപയാണ്. അപ്പോൾ 60,000 നിന്ന് 1,200 രൂപ നമ്മൾ കുറക്കുക. ആ കുറച്ച എമൗണ്ട് എന്താണ് നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, 58,800 രൂപ ഉണ്ട്. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണുള്ളത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണെന്ന് പറഞ്ഞിരുന്നു. അതും നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു വെച്ചു. 7,500 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രൂപയുണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ നേച്ചറാണെന്നൊക്കെ നമുക്കറിയാം. ഇതിന് ശേഷം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോവാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ ആ ബാലൻസ് ഉണ്ടല്ലോ, പഴയ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാലൻസ്, ആ ബാലൻസ് നമുക്ക് നേരെ കൊണ്ടുവരാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ വർഷത്തെ സർപ്ലസും കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത്.
അങ്ങനെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടായിട്ടുള്ള 66,540 നമ്മൾ കണ്ടെത്തിയ ആ എമൗണ്ടിനോട് കൂടെ സർപ്ലസ്, ഈ വർഷത്തെ സർപ്ലസ് 3,360 രൂപ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ ഈ വർഷത്തെ ടോട്ടൽ ക്യാപിറ്റൽ ഫണ്ട് 69,900 രൂപ ആവുന്നതാണ്. ഇനിയുണ്ട് നമുക്ക് ചെയ്യാൻ. ബാക്കി എന്തൊക്കെയാണ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ 2018 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് കിട്ടിയതാണ്. അതുകൊണ്ട് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. 480 രൂപ നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് കിട്ടാനുള്ളതുണ്ട്, അത് നമ്മുടെ അസറ്റാണ്. ആ അസറ്റ് സൈഡിലും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതോടുകൂടെ നമ്മുടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ലയബിലിറ്റി സൈഡ് ടോട്ടൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവുന്നതാണ്. അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ടോട്ടൽ എമൗണ്ട് 70,380 രൂപ അസറ്റ് സൈഡിലും അതേ എമൗണ്ട് തന്നെ ലയബിലിറ്റി സൈഡിലും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലിയായി നമ്മൾ ചെയ്ത പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ തന്ന ഇതായിരുന്നു, അതിൻ്റെ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ആൻസർ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് ക്വസ്റ്റ്യൻ വിശദീകരിച്ചും ചെയ്തതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽ, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ്, ബിഗിനിങ് എല്ലാം ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഡാറ്റ അഡ്വാൻസ് അറ്റ് എൻഡ് എല്ലാ ഡാറ്റകളും എടുത്തതിന് ശേഷം നമുക്ക് ടോട്ടലി നമുക്ക് കിട്ടുന്ന സർപ്ലസ് 61,600 രൂപയാണ്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.